അഴിമതിയെ വരുത്തി തീർത്തതായിരിക്കാം. കഥയുടെ ഈ ഭാഗം തിരുത്താനായിരിക്കും അവൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം അവളെ സഹായിക്കാനും. അമ്മു, നിനക്കെന്താ വട്ടാണ്? ഇതൊക്കെ ചിലപ്പോ നിന്റെ തോന്നൽ വല്ലതും ആയിരിക്കും. അല്ലേലും അതുപോലൊരു കാര്യത്തിന് ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെന്താ പോലീസ് വല്ലോ? എനിക്ക് അറിയില്ലടാ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് അവളെ സഹായിക്കണമെന്ന് തോന്നുന്നു. ഡാ, അവളെ ഇല്ലാതാക്കിയവർ ഇന്നും ഇവിടൊക്കെ മാന്യന്മാരായിട്ട് നടക്കണുണ്ടാവും. എടീ, ഇതൊക്കെ നടന്നിട്ട് കുറെ വർഷങ്ങളായില്ലേ? പിന്നെ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവിടെയാണെങ്കിൽ ആള് താമസമില്ല. അതെ, നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കിയാലോ? കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കഥയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ചിലപ്പോ നീ പറഞ്ഞതുപോലെ എല്ലാം എന്റെ തോന്നലായിരിക്കാം. അഥവാ സത്യമാണെങ്കിൽ എനിക്കറിയണം അവളെ ഇല്ലാതാക്കിയത് ആര്, എന്തിന്, എങ്ങനെ. സിദ്ധു, നിന്നെ പോലീസുകാരെ അടിക്കൊന്നും ചെയ്തില്ലല്ലോ? എന്തിന്? അമ്മുനെ കൂട്ടിക്കൊണ്ടുപോയ സ്ഥലങ്ങളൊക്കെ അവരെന്നോട് ചോദിച്ചു. ഞാനത് പറഞ്ഞു. വാവ്, നൈസ്. അപ്പൊ ഇവിടെയാണ് പൂവരശിമനയിലെ വിവാദമായ നിന്റെ കർണികയുടെ തെക്കിനി മുറി. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞൊന്നും നീ വിശ്വസിച്ചിട്ടില്ല അല്ലേ? അയ്യോ, അങ്ങനൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഒരു കണക്കിന് വിശ്വാസം ഇല്ലാത്തന്നല്ലേ. നീ വാ, ഡാ, ഞാൻ അവളെ കണ്ടാ മുറി കാണിച്ചു തരാം. വാ. കർണികെ, നീ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് നിന്റെ സാമീപ്യം അറിയാൻ പറ്റുന്നുണ്ട്. നീ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ വിജയിച്ച എന്നിലൂടെ, എൻ്റെ തൂലിക തുമ്പിലൂടെ ഒരുപാട് സത്യങ്ങൾ ഈ പുറം ലോകം അറിയും. ഞാൻ എൻ്റെ അന്വേഷണം ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്, നിന്റെ അനുവാദവും പ്രതീക്ഷിച്ചുകൊണ്ട്. എന്തുവാടി, പോണ്ടേ? വാ. ഇവളൊരു കാര്യം. പേര് കേട്ടൊരു കുടുംബമായിരുന്നു പൂവരശിമന. കർണികയും അവളുടെ ചേട്ടനും അവരുടെ അച്ഛനും അമ്മയെല്ലാം സന്തോഷത്തോടെ കഴിഞ്ഞൊരു കുടുംബം. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു. അന്നൊരു തൃക്കാർത്തിക ദിവസമായിരുന്നു. രാത്രി അവരുടെ അച്ഛനും അമ്മയും മംഗലാപുരം വരെ ഒരു യാത്ര പോയതാ. അതവരുടെ അവസാന യാത്രയായിരുന്നു. വഴിയിൽ വെച്ച് ഒരു ആക്സിഡന്റില് അവര് രണ്ടുപേരും. അതിനുശേഷം കർണൻ ആളാകെ മാറി. കർണികയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയായി. പുതിയ കുറെ കൂട്ടുകാരെയും കൂട്ടി ദിവസവും മുറി കയറി വെള്ളവടിയും ബഹളവും. കർണിക എന്നോട് എപ്പോഴും പറയുമായിരുന്നു, അവൾക്ക് ഈ ലോകത്ത് അവളുടെ അച്ഛനും അമ്മയെക്കാളും ഒക്കെ ഏറെ ഇഷ്ടം അവളുടെ ചേട്ടനെയാണെന്ന്. അങ്ങനെയുള്ള ആ ചേട്ടനെ
പിന്നെ കാണുന്നതേ അവൾക്ക് പേടിയായി. താൻ കാരണമാണ് കർണിക ആത്മഹത്യ ചെയ്തെന്നുള്ള കുറ്റബോധമാണോന്നറിയില്ല. കർണൻ ആകപ്പാടെ തകർന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ആ തകർച്ചയ്ക്ക് ആഘാതം കൂട്ടുന്ന തരത്തിലായിരുന്നു മനയിലെ അടുത്ത കൊലപാതകം. പൂവരശി മനയിലെ കർണൻ വാസുദേവനെ കുത്തിക്കൊന്നു. നാട്ടുകാരും പത്രക്കാരും പറഞ്ഞു നടന്നു. കോടതി അവന് വിധിച്ചത്. കർണനെ അത്രയും തളർന്ന ഒരവസ്ഥയിൽ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കണ്ടത്. വാസുവേട്ടനെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവനാണ് അത് ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷെ തെളിവുകളെല്ലാം അവനെതിരായിരുന്നു. ഒരാപത്ത് വന്നപ്പോ അത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആരെയും കണ്ടില്ല. ചേച്ചി, അതെന്താ? അത് സൂര്യനാരായണൻ നമ്പൂതിരി ജപിച്ചു കിട്ടിയ തകിട. എല്ലാരും പറയുന്നു ഇവിടെ കർണികയുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നൊക്കെ. ഞാൻ എത്രയോ നാളായി ഇവിടെ കയറി ഇറങ്ങുന്നു. ഞാൻ എങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. മോള് 2 ദിവസം മുമ്പ് ഇവിടെ വന്നതല്ലേ? അകത്തും കയറി നോക്കിയതല്ലേ? എന്നിട്ട് മോള് പേടിച്ചായിരുന്നോ? ഇല്ലല്ലോ. മരിച്ചു കഴിഞ്ഞാലും ആ കുഞ്ഞിന് സ്വസ്ഥത കൊടുക്കില്ല ഈ നാട്ടുകാരി. ചേച്ചി, ഈ കർണികയുടെ കൂടെ പഠിച്ച കൂട്ടുകാരികളുടെ കോണ്ടാക്ട് നമ്പേഴ്സോ അല്ലെങ്കിൽ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കാണുമോ? അല്ല, അത് അമ്മൂന് ഉപകാരപ്പെടും. അവളുടെ പ്രായത്തിലുള്ള ഈ നാട്ടിലെ കുട്ടികളോട് ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. മിക്കവരും അവളുടെ കൂടെ പഠിച്ചവരാ. അല്ല, ഈ മനയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഏകദേശം മനസ്സിലായി. കുറച്ചുകൂടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവളുടെ കൂടെ ഇവിടെ സ്ഥിരം വരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ്സിലുണ്ടായിരുന്നതാ. പേര് ആർദ്ര. ആർദ്ര. മോക്കെങ്ങനെ മനസ്സിലായി? ഇല്ല ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞ. അത് തന്നെയാ, ആർദ്രന്ന് തന്നെയാ. ഇതാണോ ചേച്ചി? ഇത് തന്നെ. ആർദ്ര നമ്പ്യാർ, ഓണർ, ആർദ്രം സ്കൂൾ ഓഫ് ആർട്സ്, മാടശ്ശേരി. ഐ എം ഫീലിംഗ് സോ ഹാപ്പി. എത്ര നാളേക്ക് ശേഷം ഞാനിങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നറിയോ? ഔ, നീ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, അത് മതി. അമ്മു, എന്താടാ? ചില ആളുകളില്ലേ, നമ്മുടെ ഇൻസ്പിറേഷൻസ് എന്നൊക്കെ പറയുന്നവര്, അവരെല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഈ കൂട്ടുകാരൊക്കെ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരായിരിക്കും നമ്മുടെ മീഡിയേറ്റേഴ്സ്. അവരുടെ കൂടെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബായിരിക്കും. ആൻഡ് ഇറ്റ് വാസ് യു. നീയായിരുന്നു ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. പിന്നെ എവിടെ വെച്ചെന്ന് എനിക്കറിയില്ല. എനിക്കെൻ്റെ പഴയ അമ്മൂനെ നഷ്ടപ്പെട്ടത്. ശരിയാണ്, നിങ്ങൾ കരുതുന്ന പോലെ there is a reason behind my change. അത് എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ശരി, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ കം ബാക്ക് ഫാസ്റ്റ്. അപ്പം എങ്ങനെ? നാളെ രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കണം. നല്ല ദൂരമുണ്ട് യാത്ര. കർണിക അവൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾ എന്നോടായിരുന്നു കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ കർണികയ്ക്ക് എന്തെങ്കിലും പ്രേമം മറ്റോ ഉണ്ടായിരുന്നോ? അല്ല, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ, അങ്ങനെയല്ല. ടീച്ചറായിരുന്നല്ലോ കർണികയുടെ കൂടെ കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവളുടെ വീട്ടിനടുത്തുള്ള കൂട്ടുകാരികളെ പോലും കാണാതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഏയ്,
അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, അവിടെ അമ്പലത്തില് ജോലി ചെയ്തിരുന്ന നന്ദൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുമായിട്ട് അവൾ അടുപ്പത്തിലായിരുന്നു. നന്ദൻ ഈ ഇടയ്ക്കൊക്കെ കൊട്ടി നല്ലപോലെ ദേവീസ്തുതികളൊക്കെ പാടും. പിന്നെ ഞങ്ങളുടെ ആർട്ട് സ്കൂളില് പാർട്ട് ടൈമായി ഡ്രോയിങ് പഠിപ്പിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ വളരെ കുറച്ചു നാൾ മാത്രമേ അവരുടെ ഈ ബന്ധം മുന്നോട്ട് പോയുള്ളൂ. അവരുടെ കാര്യം അവളുടെ ചേട്ടൻ അറിഞ്ഞ് അവനെ കണ്ടവാനോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ അവൻ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ്റെ ഒരു കത്തുണ്ടായിരുന്നു, അത് അവളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാ കാണാൻ വന്നേ. പിന്നെ അതിനുശേഷം ഒന്നും അറിയില്ല. പിന്നെ അവളും ഡാൻസ് ക്ലാസ്സിലൊന്നും വരാറുണ്ടായിരുന്നില്ല. കാണാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷേ അവളുടെ ചേട്ടൻ സമ്മതിച്ചില്ല. ശരിക്കും മനപ്രയാസം സഹിക്കാൻ വയ്യാണ്ടായിരിക്കും ആ പാവം. അല്ല ടീച്ചറെ, ഈ നന്ദൻ എന്ന് പറയുന്ന ആളെ പിന്നീട് കണ്ടിട്ടുണ്ടോ? ഹേയ് ഇല്ല. പിന്നെ ഞങ്ങളിവിടത്തേക്ക് താമസം മാറിയല്ലോ. പിന്നെ അവിടെയുമായിട്ടൊക്കെ നമുക്ക് വലിയ കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ നന്ദന്റെ എന്തെങ്കിലും ഫോട്ടോസ് കയ്യിലുണ്ടായിരിക്കും? ഞാനെന്തിനു നന്ദന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെക്കുന്നത്? കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നന്ദനുമായി അത്ര വലിയ അടുപ്പമൊന്നുമില്ല എനിക്ക്. അപ്പൊ ശരി ടീച്ചറെ, ഞങ്ങൾ ഇറങ്ങുവാണേ. അയ്യോ, ഈ രാത്രി എങ്ങനെ പോകാനാ? അതെ, എന്തായാലും നാളെ രാവിലത്തേക്ക് ഓ പോകാം. ആയിക്കോട്ടെ. അയ്യോ ടീച്ചറെ, അത് ശരിയാവില്ല. ഞങ്ങൾ ഇറങ്ങാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? അതെ, എന്ത് ബുദ്ധിമുട്ട്? നാളെ രാവിലെ തന്നെ നിങ്ങളെ വിട്ടേക്കാം. ഓക്കെ. 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 ടീച്ചർ കണ്ടില്ലല്ലോ. ടീച്ചർ വന്നല്ലോ. ആ, നിങ്ങൾ പോകാൻ ഇറങ്ങിയോ? അതെ അതെ, ഞാൻ ഒന്ന് അമ്പലം വരെ പോയതാ. നിങ്ങൾ കഴിച്ചോ? പക്ഷേ സാമ്പാറിന് ഉപ്പ് കൂടുതലായിരുന്നേ, ഇല്ലേ? അല്ല, കറക്റ്റ് ആയിരുന്നു. ഇറങ്ങട്ടെ. അപ്പൊ ശരി. ടീച്ചറെ, അതാരാ? അതിവിടുത്തെ ഡ്രോയിങ് സാറാ. സാർ 2000 ഡീസൽ ലാവശ്യമായിക്കോട്ടെ. തങ്കം പോലുള്ളൊരു തമ്പ്രാട്ടി കൊച്ചിനെ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ പൊന്ന് നന്ദാ? ഞാനെങ്ങാനും ആയിരിക്കണം. അതെങ്ങനെ? വടിയുള്ളവൻ്റെ അടുത്ത് എറിയാൻ പറയില്ലല്ലോ. ഇനി ഈ വൃത്തികെട്ടവനെ അവിടെ പോയി തപ്പി കണ്ടുപിടിക്കാന്നാണ് എനിക്കറിയാൻ പാടില്ലത്. ഇത്രയൊക്കെ എത്തില്ലടാ, നമ്മൾ അവനെയും കണ്ടെത്തും. കണ്ടെത്തിയ കൊള്ളാം. കഴിഞ്ഞ മോനെ, ശ്രീ ഗോകുലം വിശ്വനാഥിന്റെ സോപാന സംഗീത സദസ്സും ഇടയ്ക്കാപാരായണം ഉത്സവാഘോഷ പരിപാടികളുടെ വൻപിച്ച വിജയത്തിനായി ഇതാക്കിലെ എല്ലാ. ഹലോ, അതെ, കിളിക്ക ദിവസം തന്നെയാണ്. നന്ദനോ? ഒരു മിനിറ്റ്. നന്ദൻ എന്ന് പറയുന്ന ആരും ഇവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ. ചേട്ടാ, ആ ഫോണിൽ ഒന്ന്.
ഹലോ നമസ്കാരം. നിങ്ങൾ ഏത് നന്ദനെ പറ്റിയായി ചോദിച്ചത്? അല്ല, ആളിവിടെ പുതിയാണേ. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്? ദേ വരണേട്ടോ, ഒരു മിനിറ്റ്. അതെ, ഈ നമ്പർ നിങ്ങൾ തന്നെയല്ലേ? ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ആ ഓക്കെ, ശരി എന്നാ. ഓക്കെ. ഓ വരുന്നേട്ടാ. നിങ്ങൾ ഈ പറയുന്ന നന്ദൻ 4-5 വർഷം മുമ്പ് നമ്മുടെ അമ്പലത്തിൽ ജോലി ചെയ്യുന്ന ആളാ. പക്ഷെ പെട്ടെന്നൊരു ദിവസം നന്ദൻ ജോലി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. പിന്നെ ഞാൻ നന്ദനെ കാണുന്നത് കഴിഞ്ഞ മാസമാണ്. അവൻ അവസാനം ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ദേ ഇതാണ്. ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ, താങ്ക് യു. ശരി. അത് നന്ദന്റെ നമ്പർ എന്ന് പറയൂ. അയ്യോ, നന്ദൻ്റെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല. ചോദിച്ചിരുന്നു, സംസാരത്തിൻ്റെ ഇടയിൽ അത് വാങ്ങിക്കാൻ വിട്ടുപോയതാ. അവനോട് അടുത്തൊരു സ്ഥലം വരെ പോവാണ്, വൈകിട്ട് തിരിച്ചു വന്നിട്ട് കാണാം എന്നാണ് പറഞ്ഞത്. നമ്പർ കിട്ടിയില്ല. എന്ത്? ഓക്കെ, അതെ, നന്ദൻ വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ആർദ്രയുടെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. ഓ. എന്തായാലും താങ്ക്സ് കേട്ടോ. ഓ ശരി. അല്ല, എന്തെങ്കിലും പ്രോബ്ലം? ഇല്ലൊന്നുമില്ല. ശരി. അത് പോട്ടെ, നീ വാ.